ഗായ്സ് എന്തൊക്കെയുണ്ട്? സുഖം തന്നെ അല്ലേ ഗായ്സ്? അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതാണ് ഗ്രാനിയുടെ ക്രിസ്മസ് തീമിലുള്ളതാണ്. ഗ്രാനിയാണെങ്കിൽ ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പനായിട്ടൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഗായ്സ് ഞാൻ നേരത്തെ ഗ്രാനിയുടെ റോസ്റ്റിംഗ് വലിയൊരു വീഡിയോ ഇട്ടു. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു എസ്കേപ്പ് വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ സിവർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ചമാരെ അപ്പം നമ്മളാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് സിവർ എസ്കേപ്പാണ്. അപ്പം ഞാൻ സിവർ എസ്കേപ്പിന് വേണ്ട ഒട്ടുമിക്ക സാധനമൊക്കെ നമ്മൾ തപ്പി ഇറങ്ങിയേക്കുവാണ്. ആദ്യം തന്നെ നമുക്ക് സിവർ എസ്കേപ്പിന് 3 സാധനങ്ങളാണ് വേണ്ടത്. സ്റ്റിക്ക്, ഒരു വുഡൻ സ്റ്റിക്ക്, പിന്നെ ആണെങ്കിൽ ഒരു റസ്റ്റി പാഡ്ലോക്ക്, പിന്നെ ചെയിൻ കട്ടർ. ഇത്രയും സാധനമാണ് നമുക്ക് സിവർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടത്. പിന്നെ സ്പൈഡർ കീ, അത് നമ്മുടെ അതിനാണ്. ഇവിടെ ഗായ്സ് ഇവിടെ ആണെങ്കിൽ നമ്മുടെ വുഡൻ സ്റ്റിക്ക് ഉണ്ട്. അത് നമുക്ക് പിന്നെ എടുക്കാം. അത് നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ പോയി തപ്പി നോക്കാം. ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ഗായ്സ്. കാക്കയുടെ സ്ഥലത്ത് എന്തുണ്ട്? ഇവിടെ നമുക്ക് റിമോട്ട് ഉണ്ട് ഗായ്സ്. അത് വെച്ച് നമുക്ക് അവിടെ ചിലപ്പം ചെയിൻ കട്ടർ കാണും. ചിലപ്പം അവിടെ ചെയിൻ കട്ടറിൻ്റെ ഒന്നാമത്തെ ലൊക്കേഷനാണ്. ഇല്ലെങ്കിൽ അലമാരിക്കകത്ത് കാണും. നമുക്ക് ഇവിടുന്ന് ഒരു എമോ ലോഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഗായ്സ് നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് അവിടുന്ന് ആ സാധനം, ആ ഒരു കാക്കയെ കൊന്നത് നമ്മൾ അവിടുന്ന് ആ റിമോട്ട് എടുക്കണം. അപ്പോൾ ഗായ്സ് ഇതെന്തുവാ ഇത്? ലാഗ് അടിച്ച് ഇവിടെ നിൽക്കുക. ഓക്കെ ഗായ്സ്, നമ്മളിവിടെ കയറിയേക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കാക്കയെ അങ്ങ് തട്ടാം. എന്തോ കാക്കയെ, സുഖമാണോ? ഓക്കെ, കാക്കയുടെ പണി കഴിഞ്ഞു. നമുക്ക് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, നമ്മുടെ റിമോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് ആ ഒരു ഐറ്റം എടുക്കാം. നമുക്ക് ആ ഒരു ഐറ്റം എടുക്കാം അവിടുന്ന് പോയി. എന്നിട്ട് ഇവിടെ നമ്മളെ താഴെ ഒരു റെഡ് കളർ ഒരു ഡോറുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി ഗായ്സ്. പിന്നെ ഞാൻ ഇവിടെ ഗ്രാനിയെ ഇവിടെ പൂട്ടിയിട്ടേക്കാണ്. അതായത് ഗ്രാനിയെ ഒരു ഗ്ലിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ആക്കിയിട്ടേക്കാണ്. ഇങ്ങനെ ഗ്രാനി ഒന്നും ചെയ്യത്തില്ല നമ്മളെ. ആ ഗ്രാനിയെ അവിടെ ഇതാക്കിയിട്ടേക്കുവാണ് ഗായ്സ്. ഗ്രാനിയെ ട്രാപ്പാക്കി ഇട്ടേക്കുവാണ്. അവിടെ ഗ്ലിച്ചാണ്. ഗ്രാനി അവിടെ തന്നെ നിന്നോളും. നമ്മളിവിടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഇത് ഇവിടുന്ന് എടുക്കാം. പക്ഷേ ഇത് നമുക്കിപ്പോൾ പെപ്പർ സ്പ്രേ ആവശ്യമില്ല. നമ്മൾ ഗ്രാനിയെ ഓൾറെഡി നമ്മളവിടെ ട്രാപ്പ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ചെയിൻ കട്ടർ ഇവിടെ തന്നെ ഉണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഈ ചെയിൻ കട്ടർ എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടെ കൊണ്ടിടാം. ഈ ഒരു സിവർ എസ്കേപ്പിൻ്റെ സ്ഥലത്തിന് ഇവിടെ കൊണ്ടിടാം. അതിനുശേഷം നമുക്കാണെങ്കിൽ ഗായ്സ് വീണ്ടും ഒരു സാധനം എടുക്കാനുണ്ട്. നമുക്കിനി റസ്റ്റി പാഡ്ലോക്ക് വേണം ഗായ്സ്. അതിന് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അതെടുത്തുകൊണ്ട് പോയി കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഞാൻ കണ്ടില്ല ഗായ്സ്. നോക്കട്ടെ ഗായ്സ്, നമ്മൾ മേളിൽ കയറി പോയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടുന്ന് ഗായ്സ് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഈ ഗായ്സ് നമ്മളാണെങ്കിൽ ഇതേണ്ട ഇവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു വുഡൻ സ്റ്റിക്കും കൂടെ എടുത്തിട്ട് വരാം ഗായ്സ്. അതും എടുത്തിട്ട് വന്ന് നമുക്കാണെങ്കിൽ ഇവിടെ ആ ഒരു സോഫയുടെ അടുത്ത് കൊണ്ടിടാം. അവിടെയാണ് സിവർ എസ്കേപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. നമുക്കിനി താഴെ ചെന്നിട്ട് ആ ഒരു വുഡൻ സ്റ്റിക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ വുഡൻ സ്റ്റിക്ക് എടുത്തേക്കാണ്. നമുക്ക് നേരെ ഇനി അവിടെ കൊണ്ടുപോയി ഇടണം. ഗ്രാനിക്ക് നമ്മളെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗായ്സ്. കാരണം ഗ്രാനി ഞാൻ അവിടെ ഗ്ലിച്ച് ചെയ്തിട്ടേക്കുവാണ്. ഈ ഗ്ലിച്ചിൻ്റെ ഇത് വേണമെങ്കിൽ നിങ്ങളാണെങ്കിൽ എൻ്റെ ഷോർട്സ് കണ്ടാൽ മതി. ഞാൻ ഇതിന് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഷോർട്സിന്. അപ്പോൾ ഗായ്സ് നമ്മളിനി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇട്ട് തരുന്നതാണ്. അത് നിങ്ങളുടെ ഗെയിം പ്ലേക്ക് നല്ല ഉപകാരമായിരിക്കും. അപ്പം നമുക്ക് വെപ്പണില്ലാതെ ഗ്രാനിയെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഗായ്സ്. നമുക്കിത് ഇവിടെ ഇടാം. അതിനുശേഷം നമുക്ക് ഗായ്സ് നമുക്ക് അവിടെ ഗിഫ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും തുറക്കരുത്. ഓക്കെ, അതിനകത്തൊരു വള്ളിയുണ്ട്. വള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ എപ്പോഴും ശല്യം ചെല്ലുന്നുണ്ട്. നമ്മളെ ആ ഒരു സാന്റാക്ലോസ് വന്ന് നമ്മളെ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ തട്ടിയിടും. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റസ്റ്റി പാഡ്ലോക്ക് പ്ലീസ്. യെസ്, റസ്റ്റി പാഡ്ലോക്ക് കിട്ടി ഗായ്സ്. നമ്മളാണെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ ഈ സാധനം അവിടെ കൊണ്ടുപോയി ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് സ്പൈഡർ കീ ആണ്. അത് നമ്മുടെ ആഞ്ചലീനയുടെ വായിൽ നിന്ന് കിട്ടും. അത് ആഞ്ചലീന ആണെങ്കിൽ ശ്വാസം വലിച്ച് പുഷപ്പ് എടുത്ത് അവിടെ കൊണ്ടിടുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, നമുക്കിത് കൊണ്ടുപോയി നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട്
ആ ഒരു ആഞ്ചലിന് അവിടെ ഒരു ബുക്ക് കിട്ടണം അവിടെ. അയ്യോ, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് പോകുന്നേ? എനിക്ക് കൺഫ്യൂഷനായി പോകുന്നു ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ താഴെ ചെന്നിട്ട് ഇവിടെ ഒരു ബുക്ക് കാണേണ്ടതാണ്. അതെ, ബുക്കുണ്ട്. ഈ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ ആ ഒരു ആഞ്ചലീന കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ഈ ബുക്ക് വെക്കണം. അവിടെ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു ആഞ്ചലീന താഴെ വീഴും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണും. ഇതിങ്ങനെ ഞെക്കുക ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുറക്കും. ആ സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ പ്ലേസ് ചെയ്താൽ അതിങ്ങനെ താഴെ വീഴും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഇഴഞ്ഞു വന്ന് ഇവിടെ ഒരു ഇതിടുന്നതായിരിക്കും താക്കോല്. അതുപോലെ നമുക്ക് ഗ്രാനിയെ ഒന്ന് കളിപ്പിക്കാം. വേണ്ട, അല്ലെങ്കിൽ വേണം. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം അവിടെ സാധനം ഇടുന്നത് വരെ. ഇത് നമ്മൾ ഒരിക്കലും തുറക്കരുത് ഈ ഒരു ബോക്സ്. നമുക്കൊരു റൗണ്ടൊക്കെ അടിക്കാം ഗായ്സ്. എന്നാൽ അത് കിട്ടുന്നവരെ നമുക്കിവിടെ റൗണ്ടൊക്കെ അടിക്കാം. അത് വന്നെന്നാണ് ഗൈസ് തോന്നുന്നത്. ഞാനവിടെ പോയി ഒന്ന് നോക്കട്ടെ. എഴഞ്ഞു വരുന്നുണ്ടാവും. അതെ ഗൈസ്, എഴഞ്ഞു വരുന്നുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ പുഷപ്പ് എടുക്കുകയാണ്. എഴഞ്ഞെഴഞ്ഞാണ് ഗൈസ് പുഷപ്പ് എടുക്കുന്നത്. അത് വേറെ സത്യം. എഴഞ്ഞെഴഞ്ഞാണ് പുഷപ്പ് എടുത്ത് പെട്ടെന്ന് താക്കോല് തുപ്പ്. എന്നാലും എനിക്കാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തുപ്പ് ടിപ്പ്. അതെ, ഇനി കുറച്ച് നേരം കഴിയുമ്പം ഈ ഒരു ആഞ്ചലീന അടിയിലോട്ട് പോയി ഗ്രാനിയെ മറ്റേ സ്പൈഡർ ആഞ്ചലീനയായി മാറും. ഗ്രാനിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഞാൻ അടുത്തോട്ട് പോയി കാണിച്ചു തരാം. ഓക്കെ, ഗ്രാനിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആണ് കാര്യം. നമ്മുടെ ആഞ്ചലീന അടിയിലോട്ട് പോയേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു സ്പൈഡർ കീ കൊണ്ടുപോയി അവിടെ ഇടണം. നമ്മുടെ ഈ ആഞ്ചലീനയുടെ അവിടെ നമുക്ക് ഈ സ്പൈഡർ കീ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് അത് സോഫയുടെ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് നമുക്കാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്നാണ് ഗൈസ് പിന്നെ നമുക്ക് സിവർ എസ്കേപ്പ് ചെയ്യാനുള്ളത് ഗൈസ്. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് സിവർ എസ്കേപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടുത്തെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട ഗൈസ്. നമ്മുടെ ഒരു സാധനം അവിടെ ഇല്ല. ഓക്കെ ഗായ്സ്, നമുക്ക് ഈ ഒരു റസ്റ്റി പാഡ്ലോക്കിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചാടാം. റസ്റ്റി പാഡ്ലോക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് ചാടി അങ്ങ് കിടക്കാം. അത് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സാധനങ്ങൾ താഴോട്ട് ഇടണം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമുക്ക് താഴോട്ട് ഇടാം ഇതൊക്കെ. ഓക്കെ ഗായ്സ്, നമ്മൾ ഈ ഒരു വുഡൻ പ്ലാൻ കൂടെ വുഡൻ സ്റ്റിക്കും കൂടെ നമ്മൾ താഴോട്ട് ഇടുക. ഇത് താഴോട്ട് വീഴുന്നില്ല ഗായ്സ്. എന്താണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, അത് കുഴപ്പമുണ്ട്, എന്തോ ഒരു കുഴപ്പം അതിനൂടെ ഗായ്സ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്റ്റെയിൻ കട്ടർ എടുത്ത് താഴോട്ടിടാം നോക്കാം. ചേടാ, ഇതും പറ്റുന്നില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടെ അകത്തോട്ട് കയറി ചെന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതെടുത്ത് താഴോട്ടൊരു ഒറ്റ ചാട്ടം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ നേരെ തന്നെ ഇത് കൊണ്ടുപോയി നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മുടെ ആഞ്ചലീന നമ്മളെ കാണുമോയെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം നമ്മൾ. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഹാൻഡ് വീൽ തപ്പാനുണ്ട് ഗായ്സ്. ഹാൻഡ് വീൽ തപ്പിയാൽ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഹാൻഡ് വീൽ ഇല്ല ഗായ്സ്. ഇവിടെ നമുക്ക് കാർ കീ വേണം. അപ്പം ഗായ്സ്, ഇവിടെയും ഇതില്ല. നമ്മുടെ ചെടിയില്ല. നമുക്ക് തൽക്കാലം വേണ്ടി ഇങ്ങോട്ട് നമ്മുടെ വുഡൻ പ്ലാങ്ക് ഇട്ടിട്ട് നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മേലോട്ട് പോയി നോക്കാം. നമ്മളവിടെ ഒന്നെങ്കിൽ ഇതാണ്ട് ഈ ഓവൻ്റെ അകത്ത് കാണും ഗൈസ്. ഇവിടെ നമുക്കാണെങ്കിൽ ഓവൻ ചെക്ക് ചെയ്യാം. ഇതിനകത്തും ഇല്ല. ഈ ഗൈസ്, നമുക്ക് നേരെ വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ എന്ന് പോയി നോക്കാം. നമ്മുടെ വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ഉള്ള ഐറ്റം വെച്ച് തന്നെ നമുക്ക് സിവർ എസ്കേപ്പ് ചെയ്യാം. അവിടെ ഐറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണ് നമ്മളവിടെ ചെയ്യുന്നത്. നമുക്ക് നേരെ പോയി സിവറിൽ ചാടാം. ഓക്കെ ഗായ്സ്, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സിവറിൽ ചാടാം. ഇനി നമുക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം. വേണ്ട ആവശ്യമില്ല ഗായ്സ്. നമുക്ക് പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി ഇതെല്ലാം കൂടെ അങ്ങ് വെക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ വുഡൻ സ്റ്റിക്ക് അത് കൊണ്ടുപോയി വെക്കാം. വുഡൻ സ്റ്റിക്ക് ഞാനിവിടെ കാറിൻ്റെ ഇവിടെയാണ് വെച്ചേക്കുന്നത്, ഈ ഒരു സ്ഥലത്ത്.
അങ്ങനെ എറിഞ്ഞായിരുന്നു. ഇനി നമ്മൾ എടുത്തുകൊണ്ട് പോയി നമുക്കവിടെ ആഞ്ജലീനയുടെ കണ്ണീ പെടാതെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. എനിക്ക് ആഞ്ജലീന നമ്മളെ കണ്ടേക്കുവാണ്. കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഗായ്സ് ആഞ്ജലീനയുടെ. ഇപ്പോൾ ഗായ്സ് വേണ്ട ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അപ്പം നമ്മളെ തിന്നും. അതിനു മുമ്പ് നമുക്കാണെങ്കിൽ ഒരു ചെടി കണ്ടുപിടിക്കണം. നമ്മുടെ ചെടി ഇനി എവിടെ പോയി കണ്ടുപിടിക്കും ഗായ്സ്? ചെടി ഈ ഒരു സ്ഥലത്തായിരിക്കും. നമ്മുടെ ആ ഒരു ചെടി എപ്പോഴും ആ സ്ഥലത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. ആ സ്ഥലത്ത് പോയി നമുക്കൊന്ന് തപ്പി നോക്കാം. ഗായ്സ് ഇവിടെ ആഞ്ജലീനയ്ക്ക് രക്ഷയൊന്നുമില്ല. ആഞ്ജലീന നമ്മളെ പിടിച്ച് കടിക്കും. അപ്പോൾ ഗായ്സ് ഞാനാണെങ്കിൽ ആ ഒരു സിവറിലെ ഹാൻഡ് വീലൊക്കെ കണ്ടുപിടിച്ചു ഗായ്സ്. പിന്നെ ഗായ്സ് ഞാനാണെങ്കിൽ അവിടെ ചെടിയും കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ പോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഗായ്സ്. അതുകൊണ്ടാണ് നിങ്ങളെ അതൊന്നും കാണിക്കാതെ. നമുക്ക് നേരെ നമ്മുടെ സിവർ എസ്കേപ്പിലോട്ട് പോവാം. സിവർ എസ്കേപ്പിൽ ഇവിടെയാണ്. അല്ല ഇവിടെ അല്ല. ഇവിടെ ഞാൻ എന്തുവായി കാണിക്കുന്നത്? ഓക്കെ ഗായ്സ് നമുക്കിവിടെ പോയി തപ്പി നോക്കണം. ഇങ്ങോട്ടാണോ ഗായ്സ്? ഇവിടെയല്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഗ്രാനി വരുന്നുണ്ട്. സ്പൈഡർ വരുന്നുണ്ട് ഗായ്സ്. അത് നമ്മളെ കുത്താൻ വരുന്നു ഗായ്സ്. ഒരു മാനിൻ്റെ കൊമ്പും വെച്ചോണ്ട് തന്നെ പേടിപ്പിക്കാൻ വന്നേക്കും തന്നെ അങ്ങ്. നോടെ വരുന്നു ഗായ്സ്. പെട്ടെന്ന് കണ്ട ആരായാലും പേടിച്ചു പോകും ഗായ്സ്. ഞെട്ടിക്കാൻ നടക്കുവാണ്. ഞെട്ടിക്കൽ ബിരിയാണി, ഞെട്ടിക്കൽ സ്പൈഡർ ആണ്. ഇനി വീണ്ടും ഇങ്ങോട്ട് വരുമോയെന്ന് അറിഞ്ഞുകൂടാ. എനിക്കിവിടെ നോടെ ഗായ്സ് വരുന്നു. പറഞ്ഞ് തീർന്നില്ല, അതിന് മുന്നേ വന്നു. വായും തുറന്ന് കൊമ്പും വെച്ചോണ്ടിരിക്കുക. കള്ളി പോയി ഗായ്സ്. കാന്താരയിലെ സൗണ്ട് ഇട്ടുകൊണ്ട് വരുന്നു ഇടയ്ക്ക്. അതെ നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ് പറയുന്ന പോലെ തന്നെ കാന്താരയുടെ സൗണ്ട് ഇട്ടു ഓ എന്നും പറഞ്ഞുകൊണ്ടങ്ങ് വരും. എന്ന് അലറിക്കൊണ്ടങ്ങ് വരും അങ്ങ്. നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ വുഡൻ സ്റ്റിക്ക് എടുക്കണം. എന്നിട്ട് ഈ വുഡൻ സ്റ്റിക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ആ ഒരു സിവർ എസ്കേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇടണം. ഇവിടെ നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം. ഇവിടെ നമ്മുടെ ആഞ്ജലീന സ്പൈഡർ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കെയർഫുള്ളായിട്ട് നമ്മളാണെങ്കിൽ ആഞ്ജലീന സ്പൈഡർ അവിടെ ആണെന്ന് തോന്നുന്നു ഗായ്സ്. ഇവിടെയാണ് നമ്മുടെ ആഞ്ജലീന സ്പൈഡർ. ഓക്കെ ഗായ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സൈഡിലോട്ട് പോയിട്ട് ഇവിടെ ആണെന്ന് തോന്നുന്നു ഗായ്സ് നമ്മുടെ സിവർ എസ്കേപ്പിൻ്റെ സ്ഥലം. അതെ ഗായ്സ് ഇവിടെയാണ് നമ്മുടെ സിവർ എസ്കേപ്പ് നടത്തുന്നത്. ഇവിടെ നമ്മൾ ഈ കമ്പടിച്ച് കയറ്റുക. ഇനി നമുക്ക് 2 സാധനം കൂടെ വേണം. അതും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ആഞ്ജലീന കാണാതെ ആ സാധനമൊക്കെ കൊണ്ടുവെക്കണം. ആഞ്ജലീന തൊണ്ട പോകുന്നുണ്ട് അതുവഴി. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് പോയാൽ ചിലപ്പോൾ നമ്മളെ ആഞ്ജലീന കാണാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അതുകൊണ്ട് ആഞ്ജലീന അങ്ങോട്ട് കയറിപ്പോയി ഗായ്സ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കുനിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഈ ഒരു സാധനം എടുക്കാം. നമ്മുടെ ചെയിൻ കട്ടറും കൂടെ നമുക്ക് പോയി എടുക്കണം ഗായ്സ്. നമ്മുടെ ചെയിൻ കട്ടറും നമ്മുടെ റസ്റ്റി പാർലോക്കിയും നമുക്ക് എടുക്കണം. നമ്മളിപ്പോൾ ചെയിൻ കട്ടർ എടുത്തേക്കാണ്. ഇനി നമുക്ക് ആഞ്ജലീനയുടെ കണ്ണ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. ഗായ്സ് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം ഫസ്റ്റ്. നമ്മുടെ ആഞ്ജലീന വരുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. നമ്മളെ കണ്ടിരിക്കുകയാണ് ജസ്റ്റ്. നമുക്ക് പിന്നെ ഇവിടെ കയറി ഒളിച്ചിരിക്കാം ആഞ്ജലീന കാണാതെ. ഒന്നുകൂടി പോയി നോക്കാം. ഉണ്ടോ? ദോണ്ടേ ഗായ്സ്. ഓക്കെ ഗായ്സ് ദോണ്ടിരിക്കുന്നു ഗായ്സ്. നമ്മളെ ആഞ്ജലീന കണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കാണെങ്കിൽ ഇങ്ങോട്ട് കയറി ഒളിച്ചിരിക്കാം ഗായ്സ്. ദോണ്ടെ പോകുന്നു ഗായ്സ്. അപ്പം നമുക്ക് ബാക്കിൽ കൂടെ പോവാം. നമ്മളെ കാണാതിരുന്നാൽ മതിയായിരുന്നു. ഈ ഒരു സൈഡിൽ കൂടെ പോവാം. ദോണ്ടെ പോകുന്നു ഗായ്സ്. എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് പോകുന്നത്? ഓക്കെ ഗായ്സ് നമുക്കാണെങ്കിൽ ഇതുകൊണ്ട് ഗായ്സ് അങ്ങോട്ട് വീണ്ടും പോയേക്കാണ് റൗണ്ട് അടിക്കാൻ. റൗണ്ട് അടിക്കലേ പണിയുള്ളൂ. നമുക്കിവിടെ പോയിട്ട് ആ ഒരു ചെയിൻ കട്ട് ചെയ്യാം. ഇവിടുത്തെ ചെയിൻ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇതല്ല, ഈ ചെയിൻ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഗായ്സ് നമുക്കിനി റസ്റ്റി പാർലോക്കി മാത്രം മതി ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ. ഇതും ഭയങ്കര ടാസ്ക്കാണ് ഗായ്സ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോയി എടുക്കണം.
നമ്മുടെ ആഞ്ചലീന കാണാതെ. ഗായ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ റെസ്റ്റി പാർലോക്കിയും കൂടെ എടുക്കാം. അതിനുശേഷം നമുക്കാണെങ്കിൽ റെസ്റ്റി പാർലോക്കി എടുത്തേക്കാണ് ഗായ്സ്. നമ്മളാണെങ്കിൽ അങ്ങനെ ഈ ഒരു സംഭവം എടുത്തേക്കാണ്. ഇനി നമുക്ക് അയ്യോ തോണ്ട വരുന്നു. അയ്യോ എന്നെ ഇപ്പം പിടിച്ചാനെ രക്ഷപ്പെട്ട്. ആഞ്ചലീന പോയെന്നാ തോന്നുന്നത്. തലയിട്ട് നോക്കാം. അയ്യോ ജസ്റ്റ് മിസ്. അപ്പം ഗായ്സ് നമുക്കാണെങ്കിൽ ആഞ്ചലീന ആഞ്ചലീന തോണ്ട കയറി പോകുന്നു. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേഗം പോയി എസ്കേപ്പ് ആവാം. അപ്പം ഗായ്സ് റെഡി 3, 2, 1 നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോവാന്ന്. അപ്പം ഇവിടെ നിൽക്കുന്നു ഗായ്സ്. ഓക്കെ ഗായ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കയറുന്നു. നമ്മൾ എസ്കേപ്പ് ആവുന്നു. ഓക്കെ നമ്മളിവിടെ നിന്ന് ഇതും കൂടെ അങ്ങ് തുറക്കുന്നു. എന്നിട്ട് ഈ സംഭവം തുറക്കുന്നു. ഓക്കെ ഡോറ് തുറന്നേക്കാണ്. ഇനി നമുക്ക് എസ്കേപ്പ് ആവാം ഗായ്സ്. അങ്ങനെ ഫൈനലി ഗായ്സ് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ്. അതാണ്ട് ഗ്രാനിയൊക്കെ ഇവിടുന്ന് വന്ന് എത്തി നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആഞ്ചലീനയുടെ ക്ലോസപ്പ് ഷോട്ട്. വായും തുറന്നിരിക്കുക. വേണോ വല്ലതും കഴിക്കാൻ? ഓക്കെ ഗായ്സ് നമ്മളാണെങ്കിൽ ഇവിടുന്ന് സിവർ എസ്കേപ്പ് ചെയ്തേക്കുവാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.